ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ആവേശം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന ദിവസം ആവേശം എന്ന സിനിമയെക്കുറിച്ച് നല്ല വാർത്തയുമുണ്ട്, ഒപ്പം തന്നെ ദുഃഖ വാർത്തയുമുണ്ട് എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ 26 ദിവസങ്ങളിലും പ്രേക്ഷകരെ ആവേശഭരിതരാക്കി തിയേറ്ററുകളിൽ നല്ലൊരു എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് സമ്മാനിച്ച മാസ് ആക്ഷൻ കോമഡി എന്റർടൈനർ സിനിമ ആവേശം കൃത്യം 26 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 150 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. 2018 മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം എന്നീ സിനിമകൾക്ക് ശേഷം മലയാളത്തിലെ നാലാമത്തെ 150 കോടി സിനിമയും, ഒപ്പം തന്നെ പാൻ ഇന്ത്യൻ റിലീസ് ഇല്ലാതെ ഒരു മലയാളി നടന്റെ ആദ്യത്തെ 150 കോടി സിനിമയും, കൂടാതെ പൃഥ്വിരാജിന് ശേഷം ഒരു സോളോ ഹീറോയുടെ മലയാളത്തിലെ 150 കോടി സിനിമ കൂടിയായിട്ട് ഫഹദ് ഫാസൽ നായകനെത്തിയ ആവേശം മറികടഞ്ഞിരിക്കുകയാണ്. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത സിനിമ തിയേറ്ററുകളിലെ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ഇതിനോടകം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 50ഉം 100ഉം 150 കോടി ക്ലബും കടന്ന് ഇനിയും ഒരുപാട് ക്ലബുകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കവേ ആവേശം എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നു. അതും ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നു എന്ന തികച്ചും നിരാശാജനകമായ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈം OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത് കൊണ്ട് സിനിമ 30 ദിവസങ്ങൾക്ക് ശേഷം OTT റിലീസ് ചെയ്യുമെന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ആഴ്ച മുതൽ പ്രേക്ഷകരെ അറിയിച്ചതാണ്. എന്നാൽ ഇപ്പോഴത്തെ 28ാം ദിവസം സിനിമ OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റൂമറുകൾ ഉണ്ടായിരുന്ന മെയ് 9 എന്നൊരു OTT റിലീസ് തീയതി ഇപ്പോഴത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മെയ് മാസം റിലീസ് ചെയ്യുന്ന OTT കണ്ടന്റുകളുടെ ലിസ്റ്റ് ആമസോൺ പ്രൈം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതിൽ മെയ് 9ാം തീയതി ആവേശം റിലീസ് ചെയ്യുമെന്നാണ് പ്രൈം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ സിനിമയുടെ 26ാം ദിവസം പോലും, നാലാമത്തെ തിങ്കളാഴ്ച പോലും കേരളത്തിൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത മികച്ച ഹോൾഡുമായിട്ട് മുന്നേറുന്ന സിനിമയാണ് ആവേശം. കേരള ബോക്സ് ഓഫീസിൽ 80 കോടി 90 കോടി റേഞ്ചിൽ കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 200 കോടിയെല്ലാം തന്നെ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന സിനിമ കൂടിയായിരുന്നു ആവേശം. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ വർഷം പാച്ചു എന്ന സിനിമയോടൊപ്പം തന്നെ ഫഹദിന്റെ ആവേശം എന്ന സിനിമ കോംബോ ഡീലിനാണ് വിൽപ്പന നടന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് 28ാം ദിവസം ആവേശം എന്ന സിനിമ OTT റിലീസ് ചെയ്യുകയാണ്. ഒരുപക്ഷെ മറ്റ് ഭാഷകളിൽ കൂടി സിനിമ റിലീസ് ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ കളക്ഷൻ കയറേണ്ട സിനിമ കൂടിയായിരുന്നു ആവേശം. 200 കോടി നേടാൻ ഇനി സാധ്യതയില്ലെങ്കിൽ പോലും 175 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സിന് ശേഷം 2018 മറികടന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന രണ്ടാമത്തെ സിനിമയായിട്ട് ആവേശം മാറുമോ എന്നാണ് അടുത്തതായിട്ട് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ ആവേശത്തിന്റെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾ കേട്ട്.